പശ്ചിമ ബംഗാളിന്റെ ഏത് കോണിൽ ഒളിച്ചാലും കുറ്റവാളികളെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കൂടാതെ സ്ഥാപനപരമായ അഴിമതി അവസാനിപ്പിക്കുമെന്നും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പൊതുജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും സർക്കാർ ഇപ്പോൾ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ വൻ മാറ്റങ്ങളാണ് ബംഗാളിനി കാണാൻ പോകുന്നത്. സംസ്ഥാനത്തെ ജനങ്ങൾ വളരെ കാലമായി ജൽ ജീവൻ മിഷന്റെ ശരിയായ നടത്തിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പദ്ധതി കടലാസ് നടപ്പിലാക്കിയെങ്കിലും അടിസ്ഥാന യാഥാർത്ഥ്യം തൃപ്തികരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാർ പൊതുജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുകയും എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെന്നും പറഞ്ഞു. ബംഗാളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ സമവായത്തിലെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ടാപ്പിനും പൈപ്പ് വെള്ളം എന്ന പദ്ധതിയുടെ ഫലപ്രദമായി നടപ്പിലാക്കാനായി ബംഗാളിലെ ജനങ്ങൾ വളരെ കാലമായി കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും നല്ലതല്ല. എന്നാൽ ബംഗാളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ 2 പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനങ്ങളിലെ അഴിമതിയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ അന്വേഷിക്കുന്നതിനായി 2 പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളിലെ അഴിമതി വിവിധ കേസുകൾ അന്വേഷിക്കുന്നതിനായി മുൻ ജസ്റ്റിസ് ബിശ്വജിത് ബസുവിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി, അതിൽ വെട്ടിക്കുറച്ച പണവും ഭവന പദ്ധതികളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1 കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള നടപടികൾ ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വൻ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ സാമ്പത്തിക സഹായമടക്കം ജനകീയ പ്രഖ്യാപനങ്ങളുമായാണ് സുവേന്ദു അധികാരി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സുവേന്ദു അധികാരിയുടെ പശ്ചിമ ബംഗാൾ സർക്കാർ അധികാരത്തിലേറെ ദിവസങ്ങൾക്കകമായിരുന്നു പ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അന്നപൂർണ പദ്ധതി പ്രകാരമാണ് സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ വരെ സാമ്പത്തിക സഹായം നൽകുക എന്ന് മന്ത്രി അഗ്നിമിത്ര പോൾ പറഞ്ഞിരുന്നു. ഈ പദ്ധതി പ്രകാരം ബംഗാളിലെ സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ എല്ലാ മാസവും 3000 രൂപ വീതം സാമ്പത്തിക സഹായം ലഭിക്കും. അതേ തീയതി മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും അവർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ജീവനക്കാർക്കും അനുബന്ധ നിയമന സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 7ാം സംസ്ഥാന ശമ്പള കമ്മീഷൻ രൂപീകരിക്കും ബിജെപി സർക്കാർ അംഗീകാരം നൽകിയതായി മന്ത്രി പറഞ്ഞു. മതപരമായ വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ജൂൺ മാസം മുതൽ നിർത്തലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ SI പ്രകാരം പൗരത്വത്തിന് അപേക്ഷിച്ചവർക്കും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തി രൂപീകരിച്ച ട്രൈബ്യൂണലുകളിലെ അംഗങ്ങൾക്കും അന്നപൂർണ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അർഹതയുണ്ടാകുമെന്നും ഇപ്പോൾ വ്യക്തമാക്കി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.